ഈ പഴയ വീട് ആ തമ്പനയിൽ കാണുന്ന രസമുള്ള വീടായിട്ട് പുതുക്കുക എന്ന രസകരമായൊരു മിഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പഴയ ബിൽഡിങ്ങിൻ്റെ റൂഫ് സ്ലാബ് കംപ്ലീറ്റ് ദ്രവിച്ച് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. കണ്ടല്ലേ, ഈ കമ്പിയെല്ലാം മൊത്തമായിട്ട് തുരുമ്പിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സ്ലാബ് മാറ്റിയിട്ട് പുതുക്കിയ സ്ലാബ് ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം വരികയും അതോടൊപ്പം പഴയ ഓടിട്ട പോർഷൻ സ്ലാബിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. പ്ലാനിൽ കുറേ സൗകര്യപ്പെടുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഒരു കോറിഡോർ ഉണ്ടായിരുന്നുണ്ട്, ഇവിടെ ഒരു ഭിത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാൽ ആ ഭിത്തി അങ്ങ് എടുത്തു കളഞ്ഞിട്ട് ഇത് നല്ല വലിയൊരു ബെഡ്റൂം ആക്കിയിട്ട് മാറ്റി. നോക്കിയേ, ഇതിപ്പോൾ നല്ല വലിയ ബെഡ്റൂം അല്ലേ. നേരത്തെ കോറിഡോറിൽ നിന്നായിരുന്നു ഈ എൻട്രൻസ് ഉണ്ടായിരുന്നത്. അതിന് പകരം ഈ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ആ ഡോർ എടുത്ത് അവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല പ്രൈവറ്റ് ആയിട്ടുള്ള ഡ്രോയിങ് റൂമായിട്ട് മാറില്ലേ. നോക്കിയാൽ നല്ല വലിയ ഡ്രോയിങ് റൂം. അത് കഴിഞ്ഞിട്ട് ഡ്രോയിങ് റൂമിൽ നിന്ന് കടന്നു വരുന്ന ഒരു മുറിയുണ്ട്. നേരത്തെ ഈ ഭിത്തി മുതൽ അവിടം വരെയുള്ള ചെറിയൊരു ഊണുമുറി ഉണ്ടായിരുന്നു. അതിന് പകരം ആ ഭിത്തി മുതൽ ഈ ഇവിടുത്തെ ഭിത്തി നമ്മൾ പൊളിച്ചു കളഞ്ഞു. അപ്പം ഈ ഭിത്തി വരെ ഒരു വലിയ ഊണുമുറി നമുക്ക് കിട്ടി. അതിൻ്റെ ഒപ്പം ഇവിടെ ഒരു കൊച്ചുമുറി ഉണ്ടായിരുന്നതാണ്, സെയിമാണ്, മാറ്റമൊന്നുമില്ല. ഈ മുറിക്ക് ഇപ്പുറത്തെ റൂമിലേക്കൊരു ഡോറ് കൊടുത്തു. ഇവിടെയും ഒരു കോറിഡോർ ഉണ്ടായിരുന്നു. ആ കോറിഡോറിനെ ഇപ്പുറത്തെ മുറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇത് നല്ല അത്യാവശ്യം തെറ്റില്ലാത്തൊരു ബെഡ്റൂമും കിട്ടി. അതിന് ആ വലിയ മുറിയെ നമ്മൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആക്കി കൊടുത്തു. ഡ്രോയിങ് റൂമിൽ നിന്ന് പ്രൈവസി ഉള്ളതുകൊണ്ട് ഓപ്പൺ കിച്ചൺ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പുതിയതായിട്ട് കോൺക്രീറ്റ് റൂഫ് എടുക്കുമ്പം അതിൻ്റെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കണ്ടത്. ഇവിടെ ഒരു പില്ലറുണ്ട്, ഇവിടെയും നമ്മളൊരു പില്ലർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയും ഒരു പില്ലറുണ്ട്. ഇത് മൊത്തത്തിലൊരു പുതിയ വോളാണ്, അപ്പോൾ ഫൗണ്ടേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പില്ലർ വേണ്ടെന്ന് വെച്ചു. പിന്നെയും സ്ട്രക്ചറിൻ്റെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സൈഡിലും പില്ലറുണ്ട്, ഇവിടെയും പില്ലറുണ്ട്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ബീം അടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ബീം സിസ്റ്റത്തിൻ്റെ മുകളിലാണ് പുതിയ കോൺക്രീറ്റ് ബിൽഡിംഗ് വരാൻ പോകുന്നത്. പഴയ വീക്കായിരുന്ന പോർഷനൊക്കെ നമ്മൾ പൊളിച്ചു കളഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്നു വീക്കായിരുന്ന പോർഷൻ, അതും പൊളിച്ചു കളഞ്ഞു. ഇത് ടെമ്പററി ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതാണ്, ഇതും പൊളിക്കാനുള്ളതാണ്. അങ്ങനെ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നല്ല രസകരമായിട്ടുള്ളൊരു വീടായിട്ട് ഈ വീടിനെ മാറ്റും നമ്മൾ. ആർക്കിടെക്ട് ശ്യാമാണ്, റിപ്പയർ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിലും കർണാടകത്തിലും തിരുപ്പതിയിലും ഉണ്ട്.